ദുശീലങ്ങളുടെ വേരറുക്കാം. എങ്ങനെയാ? യേശു കർത്താവ് ഒരത്തിയെ ശാസിച്ചു, അത് വേരോടെ ഉണങ്ങിപ്പോയി. ശിഷ്യന്മാർ അതിശയിച്ചു. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ ഈ ചെയ്തത് നിങ്ങൾക്കും ചെയ്യാം. എങ്ങനെ? പ്രാർത്ഥിച്ചത് സംശയിക്കാതെ ലഭിക്കുമെന്ന് വിശ്വസിക്കുക. അപ്പോൾ പ്രാർത്ഥനയും വിശ്വാസവും ഒന്നിച്ചു കൊണ്ടുപോയാൽ ഈ കാര്യങ്ങൾ നടക്കും. വിശ്വാസം മാത്രം, പ്രാർത്ഥനയില്ല. അത്തി ഉണങ്ങിയാൽ നമ്മൾ ഉണങ്ങിപ്പോകും. പ്രാർത്ഥന മാത്രം, വിശ്വാസമില്ല, അതും വർക്കാകില്ല. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ പ്രാർത്ഥനയും വിശ്വാസവും ഒന്നിച്ച് കൊണ്ടുപോകണം. ഒരു സഹോദരൻ നമ്മളോട് പറയുകയാണ്, എനിക്ക് വലിയ കോപമുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാം, പക്ഷേ അതിനേക്കാൾ നല്ലതാണ് ആ കോപത്തിൻ്റെ റൂട്ട് കോസ്. ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് കണ്ടുപിടിച്ചാൽ, ആ വേരറുത്താൽ ക്രമേണ ഈ ദുശീലം ഉണങ്ങിപ്പോകും. ഇതാണ് പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും പ്രസക്തി, അതിൻ്റെ അത്ഭുതം. യേശു നമുക്ക് തന്നിരിക്കാൻ, ഞാൻ ഈ ചെയ്ത പ്രവൃത്തിയും അതിനേക്കാൾ വലുതും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും, വിശ്വാസത്താലും പ്രാർത്ഥനയാലും. നമ്മുടെ യേശു കർത്താവ് പിതാവിൻ്റെ വലത് ഭാഗത്തിരിപ്പുണ്ട്. ആ ധൈര്യം നമുക്ക് വേണം, ഉറപ്പ് വേണം.